പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്ത് ബാക്കി ഇതെൻ്റെ ചെയ്യണം, അതുകൊണ്ട് അരിയണം. ഇനി ഇതും കൂടെ വെച്ചാൽ അതില്ല, അപ്പം ഇതും കൂടെ വയ്ക്കണം. ഒരു കുക്കിംഗ് കൂടെ ഉണ്ട്. അത് വെച്ചാൽ മരിച്ചിനിയും പിന്നെ ഈ ഇപ്പം എടുത്തോണ്ട് വരുന്ന സാധനം, ഇപ്പം കാണിച്ചിരുന്ന സാധനം അതും കൂടെ വയ്ക്കാറുണ്ട്. പയർ തോരൻ കൂടെ വയ്ക്കാറുണ്ട്. അപ്പം ഈ വീഡിയോയിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കുക്കിംഗ് വീഡിയോ നമുക്ക് ഈ കളവയും ഇതും ടേസ്റ്റ് ഒരു ഈറ്റിംഗ് ചലഞ്ച് നടത്താമെന്ന് വിചാരിച്ചിട്ട്. കണവ വീസ് മറ്റേ ഈ കറി ഉണ്ടല്ലേ, മറ്റേ നമ്മൾ ഫസ്റ്റ് വെച്ചൊരു കറിയുണ്ട്, തീയലേറി. ആ തീയലേറിയും ഈ കണവ കറിയും കൂടെയുള്ള തോരനും കൂടെയുള്ള ഒരു കിടുക്ക്, എല്ലാം കൂടെ കൂട്ടിയുള്ള ഒരു കിടുക്ക് ഒരു ഈറ്റിംഗ് ചലഞ്ച് നടത്താൻ വേണ്ടി പോകുന്നു. അതും കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ പെട്ടെന്ന് കഴിക്കണം ആണ് ചലഞ്ച്. പെട്ടെന്ന് കഴിക്കും ഇല്ല, പെട്ടെന്ന് അമ്മയും കൂടെ ഇരിക്കും. പെട്ടെന്ന് ചലഞ്ച് മൊത്തം എടുത്ത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ചലഞ്ച് ഇപ്പം തുടങ്ങൂല. ഇത് കുക്കിംഗ് ചെയ്തതിന് ശേഷം ചലഞ്ച് ഇവിടെ ആരംഭിക്കുന്നതാണ്. ഈ ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ബാക്കി പരിപാടികൾക്ക് പോവാം. ഇരിക്കുന്നത് കൊണ്ടാണ് വള്ളിപ്പയർ എന്ന പേര് വന്നത്. വള്ളിപ്പയർ കഴുകി അരിയാൻ വേണ്ടി പോവുകയാണ്. വള്ളിപ്പയർ അരിഞ്ഞിട്ട് അത് തോരൻ വയ്ക്കണം. പിന്നെ മരിച്ചിന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ചെയ്യേണ്ടി വരും. ഒരു കുക്കിങ്ങും ഡേയും മറ്റു കുക്കിംഗ് ഡേ ഞാൻ ചെയ്തിട്ടിട്ടുണ്ട്. അത് ഈ ലോഡായി എഡിറ്റ് ചെയ്യണം. പറ്റുമെന്ന് ഇന്ന് ചെയ്യാൻ പറ്റിയ അത് ഇടാൻ പറ്റിയിരുന്നെങ്കിൽ മതിയായിരുന്നു. നെറ്റ് വൈഫൈയിലാണ് എഡിറ്റ് എല്ലാം ചെയ്തത്. വൈഫൈയിലാണ് എഡിറ്റ് ചെയ്ത് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഇന്ന് വൈകുന്നേരത്തോടെ ചെയ്ത് എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പം രണ്ടാമത്തേലും കുക്കിങ്ങാണ്. രണ്ട് തരം കുക്കിങ്ങാണ്. രണ്ട് തരം അല്ല, അതല്ല, കുക്കിങ്ങാണ്. മരിച്ചിനി ചിലപ്പോൾ കൊണ്ടുപോകണമെങ്കിൽ അതും ചെയ്യേണ്ടി വരും. പിന്നെ വള്ളിപ്പയറുണ്ട്, അതിപ്പോൾ കുക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിനുള്ള സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഇരിപ്പുണ്ട് സംഭവം. അപ്പോൾ അതൊന്ന് അരിയട്ടെ. ഇല്ലെങ്കിൽ പെട്ടെന്ന് ആവുമായിരുന്നു. 12:30 പിന്നെ എല്ലാം ചെയ്തെടുത്ത് പയർ അരിയട്ടെ. പഴുത്ത് ഇല്ലാതായി വഴി കുറേ ഉണ്ട് മലക്കറിക്കൊക്കെ കിട്ടിയത്. അവർക്ക് മലക്കറി കണ്ടു കൊടുക്കണ്ടേ? അതെ, അവള് നാളെ വന്നിട്ട് കൊണ്ട് കൊടുത്തിട്ട് ഇവിടെ വന്നിട്ട് ഒരു പാത്രത്തിൽ പായസം എടുത്ത് മലക്കറി ആയിട്ട് കൊണ്ടുപോകണം. നിങ്ങൾ രണ്ടും കൂടെ കൊണ്ടു കൊടുത്തിട്ട് നീ എപ്പോഴും പറഞ്ഞ ഈ പെണ്ണ് എന്തേരി വൈകുന്നേരം വരുന്ന രാവിലെ വരുന്ന അമ്മാമ്മക്ക് പായസം കൊടുക്കാൻ. ഇവിടെ വെച്ചാൽ അയ്യോ എനിക്ക് വയ്യെന്ന് പറഞ്ഞു. വയ്യെന്ന് പറഞ്ഞു. പൊങ്കല കഴിഞ്ഞ് മുണ്ടും കൊണ്ട് ഇറങ്ങുമ്പോൾ ഒരു നേരം തന്നെ വെയിലെടുത്തിട്ട് ഇറങ്ങുള്ളൂ. ഇത് വെയിലെടുത്തിട്ട് പോവാം, ചായ കുടിച്ചിട്ട് പോവാം, നാളെ പോവാം പറഞ്ഞോണ്ടിരിക്കും. അവിടെ ഒന്ന് കയറിയ പിന്നെ പോകാനേ സംഭവിക്കില്ല. ഒരു ദിവസം നിന്നിട്ട് പോകുന്ന പറയും. ചിലപ്പോഴൊക്കെ പറയും അവിടെ പോകുമ്പോൾ. മൊത്തം അരിയിട്ട്
വെള്ളം കുടിക്കട്ടെ. എപ്പോഴും വെള്ളം ഫോണിലാരും വിളിക്കണമെങ്കിൽ എടുക്കണം, ചിലപ്പോൾ മാമിയായിരിക്കും. അത് പാത്രം കഴുകി ഉണക്കി വെച്ചിരിക്കുന്നു. അടച്ചു പോയി പാത്രത്തിന്. ഇത് കുഞ്ച മുമ്പേ ഇരിക്കുന്നു പാത്രം. പായസം വിളിക്കായിരിക്കും. എനിക്ക് എവിടെ പങ്കാളി ഡബയെ തന്നെ വിളിച്ചു തരും തന്നെ. അങ്ങനെയാണ് കൂട്ട്. അതായിരിക്കണ സൗഹൃദം. എന്താ പറയുക, നേരം ഉണ്ടെങ്കിൽ നീ വാന്ന് പറഞ്ഞു ഇന്നും. അപ്പൊ അമ്മ എന്താ പറഞ്ഞേ? ഒന്ന് വാ നോക്കട്ടെന്ന് പറഞ്ഞു, നേരം ഉണ്ടെങ്കിൽ വരാന്ന് പറഞ്ഞു. അച്ഛനെ കരുതി നിവർത്തി ഇനി മരിച്ചു നീ തിരിച്ചിരിക്കുന്നു പറഞ്ഞു. എപ്പോഴും പറഞ്ഞു മരിച്ചിന് തൊടാൻ പറ്റുന്നത്. നട്ട് പിന്നെ മുറ്റീറ്റ വരുള്ളൂ ഇവിടും കൊണ്ട്. ഇന്ന് അവിടെ തീരുമ്പോ നാളെ അവിടെ തുടങ്ങും. ചെമ്പകമംഗലം. ചെമ്പകമംഗലം 10 ദിവസം. ചൊവ്വാഴ്ച ഇറങ്ങും. അവധിയായിരിക്കും. ഇന്ന് വീട്ടിലായിരിക്കും. നീ അരിഞ്ഞ് തീർന്നിട്ട് സംസാരിക്കും. ഞാൻ അരിയിൽ നടക്കൂല. അരിയുമ്പോൾ മൊത്തം അരി എളുപ്പമുണ്ട്. പിന്നെ ഓഫ് ചെയ്യാനെത്തി അപ്പം അരിയിട്ട് ചാർജ് നീക്കട്ടെ. അവരൊക്കെ അങ്ങനെ തിന്നാൽ മതിയില്ല. ഇതിരെ നോക്കട്ടെ. ഓ ഇവിടെ എല്ലാം എടുത്തോണ്ട് വരട്ടെ. ഇത് ചെയ്ത് ഇടാൻ പോകണേ. തീയതിലൂടെ വെക്കട്ടെ. കറിവേപ്പില ഇട്ടത് ഒറ്റ തെറിക്കില്ലേട്ടാ. ചൂട് ചൂട് കയ്യിൽ തട്ടും. ഇല്ല ഇല്ല പൊള്ളിയും തന്നെ പറയരുത്. ഞാൻ വയ്ക്കണത് എണ്ണ കൂടിപ്പോയി. ഇത് കുറഞ്ഞെന്നും പറഞ്ഞു തേപ്പിച്ച കഴുകിയിട്ട് കത്തിച്ച് കഴിച്ചില്ല. കടുകിട്ട് കറിവേപ്പിലിട്ട്
പിന്നെ ഈ പയറിട്ട് വള്ളിപ്പയറിട്ട് പിന്നെ സവാളയും കൂടെ. വെണ്ടയ്ക്കയും കൂടെ ഇട്ടോ. എന്തൊക്കെ എന്തിന്? ഓഫ് ചെയ്യും. രണ്ട് മൂന്ന് വെള്ളം കഴിഞ്ഞു. രണ്ട് വെള്ളം കഴിഞ്ഞിട്ട് കൊല്ലാനാണ് വെണ്ടയ്ക്ക ഇട്ടേട്ടോ. പരിയിട്ട് പയറെന്ന് പറയുന്നത് ഭയങ്കര വേഗമാണ്. അത് വെന്തിരുമ്പോൾ വണ്ടി വരണം. അരി എളുപ്പുണ്ടല്ലോ പിഞ്ച്. രസം നാളെ ഓരം രസം. ഞാൻ കിണ്ട അമ്മ അരിഞ്ഞാൽ മാത്രം മതി. സവാളയും പച്ചമുളകും കത്തിരിക്ക അരിയണം. സവാളയും കൂടെ അരിയണം. മുളക് ഇടണ്ടേ? ഇട്ടോ ഇത് കത്തിരിക്ക ഇട്ട് കേട്ടോ അരിഞ്ഞ. നീ ഒണിയൻ അരിഞ്ഞിട്ട് മണം വരുന്നുണ്ട് കേട്ടോ. അരിഞ്ഞിട്ടോ അരിഞ്ഞ എണ്ണ കുറവ് കണ്ടാൽ തന്നെ അറിയാം. നല്ല സഹായിച്ചിട്ട് ചെയ്യാന്ന് വിചാരിച്ചു. ചെയ്യാന്ന് വിചാരിച്ചു. എന്തൊരു സഹായിച്ചിട്ട് അവിടെ പോയി പോണോ? ഞാൻ പോണില്ല. ഇവിടെ നിന്ന് സഹായിക്കാൻ, ഇവിടുത്തെ ആഹാരം കഴിക്കാൻ വിചാരിച്ചു. എന്നും അവിടെ നിന്ന് കഴിക്കണമെന്ന്
എണ്ണ തീന എണ്ണ തീർന്നു അത് അതിലുണ്ടായിരുന്നു. സവാള അങ്ങനെ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. പിന്നെ എടുക്കാം കേട്ടോ, തയ്യാറായി. സെറ്റായി. മുളകെല്ലാം അരിഞ്ഞ് സെറ്റാക്കിയിട്ട് കത്തിരിക്കുകയില്ല. അപ്പോൾ ഈ വെറും കുക്കിംഗ് വീഡിയോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്തുള്ള പുതിയ വീഡിയോ കാണുന്നവരെ ബൈ.